രോഹിത് കേസിൽ നിന്നും ഒഴിവായതിനെ തുടർന്ന് പോലീസുകാരെല്ലാവരും കേസിന് ഊർജിതമായിട്ട് തന്നെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയുള്ള ബാക്കി 3 പ്രതികളും ഇതിൽ നിന്നും ഊരിപ്പോകാൻ പാടില്ലെന്നും അവർ സമ്പത്തും പണവുമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേസിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കേസിൽ നിന്നും ഊരിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ പോലീസ് വളരെ ഊർജിതമായിട്ട് തന്നെ കേസ് അന്വേഷിക്കുകയാണ്. അതേ തുടർന്ന് ഹരിക്കും മറ്റുള്ള 2 പേരുടെയും വീടുകളിൽ റെയ്ഡ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. റെയ്ഡിൽ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ തെളിവെടുപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കേസ് ഒന്നും കൂടി ബലപ്പെടുത്താമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അങ്ങനെ ആദ്യത്തെ തെളിവെടുപ്പിനായിട്ട് ഹരിയുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. കൊല്ലപ്പള്ളി വീട്ടിൽ മനുവും കമലയും മുത്തശ്ശിയുമാണ് ഉണ്ടായിരുന്നത്. ശിവൻ വക്കീലിനെ കാണാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്താണ് കേട്ടോ ഹരിയെയും കൊണ്ട് പോലീസുകാർ വീട്ടിലേക്ക് വരുന്നത്. പോലീസ് ജീപ്പിൻ്റെ ശബ്ദം കേട്ടിട്ട് കമല ഓടി മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മനു കതകടച്ച് തന്നെ വീട്ടിൻ്റെ അകത്ത് ഇരിപ്പാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിരുന്നല്ലോ വീട്ടിൽ കല്ലേറും പുറത്ത് നാട്ടുകാരെല്ലാവരും കൂടി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയതും പോലീസുകാർ വന്ന് അവരെ എല്ലാം ഓടിച്ചു വിടുന്നതും. അത് കഴിഞ്ഞ് വീണ്ടും മനു അകത്ത് കയറി വാതിലടച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പോലീസ് ജീപ്പിൻ്റെ ശബ്ദം കേട്ട് വീണ്ടും കമല വന്ന് ഡോറിൽ മുട്ടുന്നുണ്ട്. മനു ഒന്ന് ചെന്ന് ഓപ്പൺ ചെയ്യടാ, അവിടെ പോലീസ് ജീപ്പ് വീണ്ടും വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്ത് വല്ല കടുങ്കൈ ചെയ്യും, എനിക്ക് ഒരു തരത്തിലുള്ളൊരു സമാധാനമില്ലാത്ത അവസ്ഥയായി മാറി എന്നൊക്കെ മനു ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പോലീസ് ജീപ്പും ഒരു വാനോടും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് വെച്ച് തന്നെ ഇവർ ഹോൺ അടിക്കുന്നുണ്ട്. അത് കേട്ട് മനു ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് പുറത്തപ്പോൾ ജീപ്പും വാനൊക്കെ വരുന്ന ശബ്ദവും അത് വരുന്നതൊക്കെ കണ്ടിട്ട് ആൾക്കാരെല്ലാം വീണ്ടും കൂടിയിരിക്കുകയാണ് കേട്ടോ ഈ പ്രതികളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ മനു ആ ഡോർ അടച്ച് ലോക്ക് ചെയ്യാണ്, വീണ്ടും ഗേറ്റ് അടച്ച് ലോക്ക് ചെയ്യാണ്. ജീപ്പിൽ നിന്നും SIയും ഒരു കോൺസ്റ്റബിളും ഇറങ്ങുന്നുണ്ട്. മനുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ വീട് റെയ്ഡ് ചെയ്യാൻ വന്നതാണ്. സോറി, റെയ്ഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇവൻ്റെ റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, റൂമിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നെല്ലാം നോക്കണം എന്നൊക്കെ പറയുകയാണ്. മനു അപ്പോൾ ആയിക്കോട്ടെ, അതിലൊന്നും ഇവിടെ ആയിരിക്കും തടസ്സമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. മനു അപ്പോൾ ജീപ്പിൻ്റെ അകത്തേക്കൊന്നും നോക്കുന്നേ ഇല്ല കേട്ടോ. മനുവിനെ അറിയാലോ ജീപ്പിൽ അവനും ഹരിയും ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ മനു നോക്കുന്നു പോലും ഇല്ല. മനുവിന് അത്രയും വെറുപ്പായിരിക്കുകയാണ് അവനോട്. മനു അവനെ രക്ഷിക്കരുതെന്നാണല്ലോ അങ്കിളിനോടും അച്ഛനോടും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനു അച്ഛൻ പറഞ്ഞിട്ട് വക്കീലിനെ ഒന്നും കാണാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയിരിക്കുന്നത്. അങ്ങനെ മനു അകത്തേക്ക് തന്നെ കയറി പോവുകയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്താ ഇവർ വന്നേ, എന്തിനാ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലയ്ക്ക് അറിയില്ല കേട്ടോ മോൻ പോലീസുകാരെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ പോലീസ് ചെന്നിട്ട് വാനിൽ നിന്നും ഹരിയെ ഇറക്കുന്നുണ്ട്. ഹരിയെ മാത്രമേ അവിടെ വെച്ച് ഇറക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഹരിയെ ഇറക്കി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ചുകൊണ്ടാണ് വീടിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവനെ കണ്ട പാടെ മുഖം പൊത്തിപ്പിടിച്ച് കമല കരയാണ് കേട്ടോ. അപ്പോൾ കമലയുടെ കരച്ചിലൊന്നും കണ്ടിട്ട് ഹരിക്ക് ഒരു കൂസലുമില്ല. അവൻ്റെ മുഖം കണ്ടാൽ അറിയാം ഒരു കുറ്റബോധം പോലും അവനില്ല, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ടും. അപ്പോൾ കമല വഴിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ മോനെ ഹരി എന്ന് വിളിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് മനുവിന് ഒരു പുച്ഛഭാവമാണ് തോന്നുന്നത്. ആ മോനെ ഹരി എന്നുള്ളൊരു വിളി ഉണ്ടല്ലോ, കാരണം ഇത്രയും ഒരു നിശിച്ച കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടും അമ്മ അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് മനുവിന് വല്ലാത്ത പുച്ഛം തോന്നുകയാണ്. പോലീസ് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വലിച്ച് SIയുടെ മുമ്പിലേക്ക് ഇങ്ങനെ നിർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ SI ചോദിക്കുന്നുണ്ട്, ഇതല്ലേടാ നിൻ്റെ കൊട്ടാരം, ഇതല്ലേടാ നിൻ്റെ വീട് എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, അതെ ഇത് തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ SI ചോദിക്കുന്നുണ്ട്, ഇവിടെ എവിടെയാടാ നിൻ്റെ റൂം? മുകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് മുകളിലെ സ്റ്റെയറിലോട്ട് തള്ളുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒപ്പം തന്നെ SIയും കോൺസ്റ്റബിളും ഒക്കെ കയറി പോവുകയാണ്. അപ്പോൾ വീണ്ടും മുത്തശ്ശിയുടെ വിളി കേൾക്കുകയാണ് കേട്ടോ മനു. അപ്പോൾ അതിന് കുറച്ച് സമയം മുമ്പാണല്ലോ മനു ചെന്ന് മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്.
അപ്പോൾ മുത്തശ്ശിയുടെ വിളി കേട്ട് മനു ചെല്ലുന്നുണ്ട്. മുത്തശ്ശി, അവിടെ എന്താ മോനെ, എന്തോ പുറത്തുനിന്നുള്ള ആരുടെയോ ശബ്ദമൊക്കെ കേട്ടു, വണ്ടികൾ വരുന്നതൊക്കെ കേട്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു, വേറെ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, ഒന്നും മിണ്ടാതെ ഇവിടെ ഇരുന്നാൽ മതി, അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ റൂമിൻ്റെ ഡോർ അടച്ചുകൊണ്ട് മനു പുറത്തേക്ക് തന്നെ ഇറങ്ങുകയാണ്. കോൺസ്റ്റബിളും എസ് ഐയും ഹരിയും കൂടിയാണ് ഹരിയുടെ റൂമിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ എസ് ഐ കോൺസ്റ്റബിളിനോടെല്ലാം പറയുന്നുണ്ട്, റൂമെല്ലാം പരിശോധിക്കണം, ഒരു മുക്കും മൂലയും വിട്ട് കളയാൻ പാടില്ല, ഇവനൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതായിരിക്കും, അതുകൊണ്ട് തന്നെ ഒരു ഏരിയയും വിട്ട് കളയാതെ പരിശോധിക്കണം എന്ന് പറയുകയാണ്. കോൺസ്റ്റബിൾ അതേപോലെ തന്നെ എല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിക്കുകയാണ് കേട്ടോ. ബെഡും ബെഡ്ഷീറ്റും തലങ്ങാണി കവറും അങ്ങനെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിടുന്നുണ്ട്. അങ്ങനെ വലിച്ചു വാരുന്നതിന് കൂട്ടത്തിൽ അവർ കബോർഡിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ വലിച്ച് താഴേക്കിടുമ്പോഴാണ് കുറേ CD, പെൻ ഡ്രൈവ്, കുറേ ബുക്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അവർ കളിയാക്കുന്ന പോലെ ഇങ്ങനെ ഹരിയെ നോക്കുകയാണ്. അപ്പോൾ ഹരി ഇങ്ങനെ നാണം കെട്ട പോലെ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട്, കൊള്ളാം, ഇതൊക്കെ വായിച്ചും കേട്ടും രസിച്ചും കണ്ടും ഇവിടെ തന്നെ ഇരുന്നാൽ പോരെ മോനെ നിനക്ക്? ഈ നാട്ടിലിറങ്ങി പാവപ്പെട്ട പെൺകുട്ടികളെ ഇമാതിരിയൊക്കെ കാട്ടിക്കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്കിങ്ങനെ പണിയൊപ്പിക്കേണ്ട കാര്യമുണ്ടോ? കൊള്ളാടാ, കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം കോൺസ്റ്റബിൾ എടുത്തിട്ട് എസ് ഐയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത എസ് ഐക്ക് ഇവൻ്റെ കബോർഡിൽ നിന്ന് കിട്ടുന്നത് വളരെ വില കൂടിയ മയക്കുമരുന്നുകളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റബിൾ വന്നിട്ട് എസ് ഐയോട് പറയുന്നുണ്ട്, ഇവൻ നിസ്സാരക്കാരനൊന്നുമല്ല സാറേ, ഇത് നോക്കിയേ എന്തൊക്കെയാണ് ഇവൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ കിട്ടിയ സാധനങ്ങൾ, അതേപോലെ സിറിഞ്ച്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ എസ് ഐയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് എസ് ഐ അവരെ കവറിൽ ഇതെല്ലാം ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അപ്പം ചില്ലറ പുള്ളിയൊന്നും അല്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ നിന്നെ കിട്ടാൻ എന്താ മോനെ ഇത്ര വൈകിപ്പോയത്? ഇനി നീ പുറം ലോകം കാണുന്നതേ എനിക്കൊന്ന് കാണണം എന്ന് പറയാണ്. ഹരി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേസമയം ഒരു പൊട്ടിയ ഫോൺ കിട്ടുകയാണ് ഇവരെ കയ്യിൽ. അപ്പോൾ ഇതെന്താടാ, ആകപ്പാടെ ഒരു തല്ലിച്ചതഞ്ഞ പോലെ ഒരു ഫോൺ. അപ്പോൾ അത് അവനൊന്നും പറയുന്നില്ല, അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയതാണെന്ന് മാത്രമാണ് പറയുന്നത്. ഇതിൽ അങ്ങനെയല്ലല്ലോ കാര്യങ്ങളുടെ കിടപ്പ് എന്നുകൂടി പറയുന്നുണ്ട്. മറ്റൊരു സാറ് അവൻ്റെ ലാപ്ടോപ്പും കൂടിയും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ റൂമിൽ നിന്ന് ആവശ്യത്തിലധികം തെളിവുകൾ ഇവർക്ക് കയ്യിൽ കിട്ടിയിട്ടോ. ഇവൻ എത്രത്തോളം ഫ്രോഡാണെന്ന് കോടതിയിൽ തെളിയിക്കാവുന്നതിൻ്റെ അതിൽക്കും മേലെയായി കാര്യങ്ങൾ അവർക്ക് തെളിവെടുപ്പിന് വന്നത്. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കമല നിന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട്, മോനെ മനു, നിൻ്റെ അനിയനല്ലേടാ, എത്ര വന്നാലും അവൻ ഒന്ന് പോലീസുകാരോട് ചോദിക്കടാ, അവന് ജാമ്യം കിട്ടാൻ ഇനി നമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മനുവിനിങ്ങനെ ദേഷ്യം വന്നിട്ട്, മനു പോയി ചോദിച്ചൂടെ, പൊന്നാര മോനല്ലേ, വളർത്തി വെച്ചിരിക്കുന്നതാണല്ലോ, ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി വെച്ചിട്ടുണ്ടല്ലോ, പോയി ചോദിച്ചോ, എന്നെ കൊണ്ടൊന്നും വയ്യ, എന്നിതിലാരും പ്രതീക്ഷിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം എസ് ഐ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കമല ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ അവൻ്റെ പ്രായത്തിൻ്റെ ആണെന്നെങ്കിലും ഒന്ന് പരിഗണിച്ചൂടെ എന്നിങ്ങനെ ചോദിച്ച് തീരുമ്പോഴേക്കും ഷൗട്ട് ചെയ്യാണ് കേട്ടോ എസ് ഐ. അപ്പോൾ ഇതേ സമയം മഞ്ജിമയും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മഞ്ജിമയെ കാണുമ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ആരാ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ ഇളയ മകളാണെന്ന് പറയുമ്പോൾ ചോദിക്കുകയാണ് എസ് ഐ, ഈ നിൽക്കുന്നവൻ്റെ സഹോദരി അല്ലേ? അതെ സാറേ, അവൻ്റെ താഴെയുള്ള സഹോദരിയാണ്. നന്നായി, അതേപോലെ ഒരു പെൺകുട്ടിയാണ് ഇവനൊക്കെ കൂടിയിട്ടേ പിച്ച് ചീന്തി കൊണ്ടുപോയി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഇവനാണ് അതിൻ്റെ സൂത്രധാരൻ. ഇത് വല്ലതും നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ നാത്തൂൻ്റെ മകനല്ലേ കഴിഞ്ഞ ദിവസം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്? അതുപോലെ ഇവനെയും ഇറക്കിക്കൊണ്ട് പോവാന്നാണോ വിചാരിച്ചത്?
എങ്കിലിനി അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പ്രതിയുടെ അമ്മ ഒന്ന് മനസ്സിരുത്തി ഒന്ന് സമാധാനിച്ചോ. ഇതൊക്കെ കണ്ടോ, മോൻ്റെ വസ്തുക്കളാ. ഇത്ര വലുതായ മോനുണ്ടാകുമ്പോഴേ ഇടയ്ക്കൊക്കെ ചെന്ന് ആ റൂമൊക്കെ പരിശോധിക്കുന്നത് നന്നായിരിക്കും. മക്കളെന്നും നമുക്ക് നല്ലതാവണം ആയിരിക്കാം, എങ്കിലേ പുറത്തേക്ക് അത്ര നല്ലതാവില്ല എന്ന് മനസ്സിരുത്തി ഏതൊരമ്മയും അച്ഛനും ചിന്തിക്കുന്നത് നല്ലതാ. അല്ലെങ്കിലേ ഈ അവസ്ഥയൊക്കെ വരുമ്പോഴായിരിക്കും എല്ലാത്തിനും ഉത്തരം മുട്ടിപ്പോകുന്നത്. ഇതൊക്കെ കണ്ടോ നിങ്ങൾ? എന്തൊക്കെയാണിതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ മെഡിസിനും സിറിഞ്ചും ഒക്കെ കാണുമ്പോൾ തന്നെ കമലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവാണ്. അതിൽ കൂടെ ആ CD-യും ബുക്സും പെൻഡ്രൈവും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല തിരിഞ്ഞു നിന്ന് കരയാണ്. അപ്പോൾ മനുവും ആരും ഒന്നും മിണ്ടുന്നില്ല. SI വന്ന പോലെ തന്നെ ഹരിയെയും കൊണ്ട് പുറത്തേക്ക് തന്നെ പോവുകയാണ്. വന്ന പോലെ അവർ ജീപ്പിൽ കയറി മറ്റ് 2 പേരുടെയും കൂടി വീട്ടിൽ തെളിവെടുപ്പിനായിട്ട് പോവുകയാണ്. അവർ പോയതിന് ശേഷം മനു വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ അലീന വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മനുവേട്ടാ, സംസാരത്തിലൊക്കെ എന്തോ ഒരു വിഷമമുള്ള പോലെ. വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം, എങ്കിലും എന്താ മനുവേട്ടാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അലീനെ, എനിക്ക് അവൻ്റെ ചേട്ടനാണെന്ന് പറയാൻ പോലും എനിക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നുകയാണ്. എനിക്കൊന്നും സഹിക്കാനുള്ളൊരു ശക്തി എനിക്ക് കിട്ടുന്നില്ല അലീന. എന്തെങ്കിലും ചെയ്ത് കളഞ്ഞ് അവസാനിപ്പിച്ചാലോ എന്നൊക്കെ തോന്നുകയാണെന്ന് പറയുമ്പോൾ അലീന, അയ്യോ മനുവേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ എൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മനുവേട്ടൻ ആലോചിച്ച് നോക്കിയേ. എവിടെ ചെന്നാലും ഒരു സമാധാനം ഇല്ലാതെ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മനുവേട്ടാ. നിങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരേ അവസ്ഥകൾ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീന സമാധാനിപ്പിക്കുകയാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ എന്താ മനുവേട്ടാ, എന്താ ഇപ്പം അവിടെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അലീന, ഇപ്പോൾ അവർ കേസ് സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ രോഹിത്തിനെ നമ്മൾ ഇറക്കിക്കൊണ്ട് പോന്നു, ഇനി മറ്റുള്ള 3 പേരെയും ഇതുപോലെ ഇറക്കിക്കൊണ്ട് വരുമോ. ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പഴുതുകളെല്ലാം പൂട്ടുകയാണ്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് അതൊക്കെ എന്തുകൊണ്ടും നന്നായി എന്ന് തന്നെയാണ് അലീന. കാരണം അവനെപ്പോലുള്ള ഒരുത്തനൊന്നും ഈ ഭൂമിയിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. അവനൊക്കെ ജനിക്കാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മനുവേട്ടൻ ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് പറ. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മനു അലീനയോട് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിത് മുന്നേ അറിയായിരുന്നു മനുവേട്ടാ. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ അവർ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ അന്ന് തന്നെ ഞാൻ രോഹിത്തിൻ്റെ മുറിയിൽ കയറി എല്ലാം ഞാൻ പരിശോധിച്ചപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എനിക്കും കിട്ടിയിരുന്നു. എല്ലാം ഞാനെടുത്ത് മാറ്റി നമ്മുടെ ഗോവർദ്ധൻ അങ്കിളിനെ ഏൽപ്പിച്ചിട്ട് നശിപ്പിച്ച് കളയാൻ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കറിയായിരുന്നു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, തൻ്റെ അത്രയും ധൈര്യവും മുൻകൂട്ടി ചിന്തിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അലീന. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, രഞ്ജു ഇല്ലേ അവിടെ? അവളെ അവിടെ നിന്ന് എവിടേക്കെങ്കിലും മാറ്റായിരുന്നില്ലേ മനുവേട്ടാ? ഈ ഒരു സിറ്റുവേഷനിൽ എന്തിനാ ആ കുട്ടിയെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ മനു പറയുമ്പോൾ എനിക്കതൊന്നും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അലീന. ഞാൻ എന്തായാലും നീ പറഞ്ഞ പോലെ ഇപ്പോഴാണ് അതൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ അവളെ അങ്കിളിൻ്റെ വീട്ടിലെങ്ങാനും കൊണ്ടുപോയി ആക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മനു അമ്മയോട് ചെന്ന് പറയുന്നുണ്ട്, രഞ്ജുവിനോട് റെഡി ആവാൻ പറയും, അവളോട് അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പറയും, അവളെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി നിർത്താം. അമ്മയുടെ വീട്ടിൽ വിളിച്ചിട്ട് അങ്കിളിനോട് പറയും അവൾ അവിടേക്ക് വരുന്നുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജുവിനെ അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ആർക്കും പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഊബർ വരുത്തി അതിൽ അങ്കിളും വന്നിട്ടാണ് രഞ്ജുവിനെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം വൈകുന്നേരം ആവുമ്പോൾ വീട്ടിൽ എല്ലാവരും ഉണ്ട്. മനുവും കമലയും ശിവനും എല്ലാവരും കൂടി ഇരുന്നിട്ട് വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് ഒരു പോലീസ് ജീപ്പ് വന്നിട്ട് വീണ്ടും ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് ഹോൺ അടിക്കുന്നത്. അപ്പോൾ ഇവർ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണല്ലോ, പുറത്തു നിന്നോ ആർക്കും തുറക്കാനൊന്നും പറ്റുന്നില്ല. ഇവർ ചെന്ന് ചാവിയിട്ട് തുറന്നാൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ശിവൻ ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ജീപ്പ് വളരെ സ്പീഡിൽ തന്നെ അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ SIയുടെ കയ്യിൽ ലാപ്ടോപ്പും 1-2 ഫോണുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോണായിട്ട്
അദ്ദേഹം അകത്തേക്ക് വരികയാണ്. അപ്പോൾ കോൺസ്റ്റബിളൊക്കെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എസ് ഐനോട് കയറിയിരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അവർ. അപ്പോൾ എസ് ഐ ദേഷ്യത്തിൽ തന്നെയാണ് എങ്കിലും അദ്ദേഹം വന്നിട്ട് ഇവരെ ഒപ്പം തന്നെ അവിടെ സോഫയിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് രാവിലെ ഞാൻ വന്നപ്പോൾ കണ്ട കുട്ടി ഇപ്പോൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല, അവളിവിടെ നിന്ന് മാറ്റി അമ്മയുടെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്, അവൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അതെന്തുകൊണ്ടും നന്നായി എന്ന് പറയുകയാണ്. അപ്പോൾ അതെന്താ സാർ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ വീണ്ടും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അതിന് ഇത് പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലല്ലോ മനുശങ്കർ, പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നതല്ലാതെ ഇതിൽ നിന്ന് താഴോട്ടല്ല പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തോ എസ് ഐയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്തായാലും സാറ് തുറന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ്, അപ്പോൾ അത് മനു ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നിന്നും കൊണ്ടുപോയത് ഹരിയുടെ ലാപ്ടോപ്പായിരുന്നു, എന്നാൽ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഹരിയുടെ ലാപ്ടോപ്പല്ല മറ്റാരുടെയാണ്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 ഫോണും അവിടെ ആ ടീപ്പോയിൽ തന്നെ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാണിക്കുമ്പോൾ സ്ക്രീനിൽ വന്ന പിക്ചർ ബബിതയുടേതായിരുന്നു കേട്ടോ. അപ്പോൾ ബബിതയുടെ പിക്ചർ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടി, അത് ഫേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അദ്ദേഹം കാണിക്കുന്ന ഫോട്ടോയിൽ. അപ്പോൾ ഈ പെൺകുട്ടി നിങ്ങളുടെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ശിവനാണ് മറുപടി പറയുന്നത്, ഇതെൻ്റെ സഹോദരിയുടെ മകളാണ്, അവൾ അവിടെയാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിലാണ്, രോഹിത്തിൻ്റെ സിസ്റ്ററാണ് എന്നൊക്കെ പറയുകയാണ്. ഈ കുട്ടി ഇവിടുത്തെ ഹരിയുടെ മുറപ്പെണ്ണാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ അതെ, എൻ്റെ സഹോദരിയുടെ മകളാണല്ലോ എന്ന് വീണ്ടും സംശയത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ മനു വീണ്ടും സംശയത്തോടു കൂടി, എന്താ സാർ, എന്തായാലും പറഞ്ഞോളൂ, ഈ കേട്ടതൊക്കെ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്, സാർ എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് പറയുമെന്ന് പറയുമ്പോൾ ഹരിക്ക് പെട്ടെന്ന് ഹരിക്ക് മാത്രമായിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് എസ് ഐ. ഈ ഫോട്ടോ കണ്ട് ഹരി ആ ലാപ്ടോപ്പ് പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. ഹരിക്കതിങ്ങനെ ദേഷ്യം വന്നിട്ട് ഹരി ഇങ്ങനെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ആ പിക്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബബിതയുടെ കുളിക്കുന്നതും അവൾ റൂമിൽ ഡ്രസ്സ് മാറുന്നതുമായിട്ടുള്ള കുറേ ഫോട്ടോസുകളും 1-2 വീഡിയോസുകളും ഒക്കെ ഈ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രമേ മനു കണ്ടുള്ളൂ. മനുവിന് അപ്പം തന്നെ കാര്യം മനസ്സിലായിട്ടാണ് മനുവിന് അത് ദേഷ്യം വന്ന് മനു ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ മനു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ശിവനും കമലയും അതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വീണ്ടും എസ് ഐ അവരോട് കാര്യം പറയാണ്, നിങ്ങളിനി ഇത് കാണണ്ട, കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഈ കുട്ടിയുടെ നേക്കഡായിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകളും വീഡിയോസും ഇതിലുണ്ട്. അതും നിങ്ങളുടെ ഈ വീട്ടിൽ വെച്ച് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. ആ കുട്ടി ഇവിടെയാണോ താമസിച്ചിരുന്നത്, അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, അവർ സഹോദരന്മാരെ പോലെ ആയിരുന്നു എന്ന് പറയുമ്പോൾ എസ് ഐക്ക് ദേഷ്യം വന്നിട്ട് എസ് ഐ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ അവരോട് പറയാണ്, അവനെ ഒരു സഹോദരനെ എന്ന ഒരു വാക്ക് കൊണ്ട് ഉപമിക്കാൻ പോലും കൊള്ളാത്തവനാണ് അവൻ. അങ്ങനെ ഒരു വാക്ക് അവനെക്കുറിച്ച് ഇവിടെ ഒരാളും മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ദേഷ്യം വരികയാണ്. അപ്പോൾ മനു തിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഇത് അവൻ തന്നെ എടുത്തിട്ടുള്ളതാണ്, ഇതവൻ്റെ കൂട്ടുകാരൻ്റെ ലാപ്ടോപ്പാണ്, അവൻ്റെ 1-2 നശിപ്പിച്ച ഫോണുകളിൽ നിന്നും ഇത് റിക്കവർ ചെയ്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ്റെ കൂട്ടുകാരൻ്റെ ലാപ്ടോപ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അവൻ അയച്ചു കൊടുത്ത മെയിൽ വഴി അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനുവിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ടേബിളിൽ ഇരുന്നിരുന്ന വെള്ളം ജഗ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ മനു. ഇത് കണ്ട് ഞെട്ടാണ് കമലയും ശിവനും. ശിവൻ ചെന്ന് മനുവിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എസ് ഐ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല മനു, നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കാൻ പോയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ തിരിഞ്ഞ് നിന്ന് മനു വീണ്ടും അദ്ദേഹത്തെ നോക്കുകയാണ്. കാരണം ഇനിയുമുണ്ടോ എന്ന രീതിയിൽ. അപ്പോൾ പറയുന്നുണ്ട്, രാവിലെ കണ്ട കുട്ടി ഇവിടെ ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഇല്ല, അവളില്ല, അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് മാറ്റിയിരുന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറയാണ്. അത് കഴിഞ്ഞ് ലാപ്ടോപ്പിൽ നിന്ന് വീണ്ടും അത് അച്ഛനും അമ്മയും കാണേ തന്നെ ഒരു ഫോട്ടോ കൂടി കാണിക്കുകയാണ്. അതുകൂടി കാണുമ്പോൾ ശിവനായ ലാപ്ടോപ്പ് വാങ്ങിച്ച് ഭിത്തിയിലേക്ക് എറിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ SI പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ ബോധിപ്പിക്കാൻ വന്ന എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വേണോ നിങ്ങൾക്കിതൊക്കെ കാട്ടിക്കൂട്ടാൻ എന്ന് പറയുമ്പോൾ SIനോട് ശിവൻ ചോദിക്കുന്നുണ്ട്, ഒരു മകളുടെ നഗ്നചിത്രം എൻ്റെ മുമ്പിൽ കാണിച്ചു തരാൻ സാറിന് എത്രത്തോളം മനോധൈര്യം ഉണ്ടായിട്ട് വേണം എന്ന് പറയാണ്. അതോടുകൂടി കമലിങ്ങനെ മുഖവും ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ഉറക്കെ കരയാണ് കേട്ടോ. തൻ്റെ മകൻ എത്രത്തോളം മോശമാണെന്ന് ഇനി ആരും പറയേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം പെങ്ങളുടെ ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തിട്ട് കൂട്ടുകാരന്മാർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അവൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അദ്ദേഹം SI പറയുന്നുണ്ട്, തുറന്ന് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, ഇനി അതിൽ അമ്മയുടെയും കൂടി ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ കമല കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുകയാണ്. എനിക്കിതെല്ലാം ഇവിടെ വന്ന് കാണിച്ച് തന്ന് തന്നെ നിങ്ങളെ വിശ്വസിപ്പിക്കണം എന്ന് തോന്നി. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരിക്കലും നിങ്ങളെ അവന് കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചോളൂ. അവനിനി പുറം ലോകം കാണാത്ത രീതിയിൽ ഞാൻ പൂട്ടിയിരിക്കും. ശിവ, നിങ്ങളിനി മിസ്റ്റർ ശിവൻ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, നിങ്ങൾ എത്ര വലിയ കൊടുകുത്തിയ കൊമ്പന്മാർ വക്കീലന്മാർ വന്നാലും അവനെ ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ ഞാൻ പൂട്ടിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമായ പൊട്ടിയ ലാപ്ടോപ്പ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം അരിശം വന്ന മനു അവിടെ ഇരുന്നിരുന്ന് എന്തൊക്കെയോ വലിച്ചെറിയുകയും ദേഷ്യം വന്ന് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുവിനെ തടയാനായിട്ട് ശിവന് പറ്റുന്നില്ല കേട്ടോ. മനുവിന് കയ്യിൽ കിട്ടുന്നതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, സന്തോഷമായില്ലേ എല്ലാവർക്കും? സന്തോഷമായില്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ തട്ടി മാറ്റി കമലയുടെ അടുത്തേക്കാണ് കേട്ടോ മനു പോണത്. എന്തായിരുന്നു ഉച്ചയ്ക്ക് പോലും SI വന്നപ്പോൾ മകനെ ഇറക്കണം എന്നുള്ള വാശിയും എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത്. ഇന്നലെ മകൻ്റെ ഗുണനിലവാരങ്ങൾ അറിഞ്ഞപ്പോൾ അലീനയ്ക്കുണ്ടാവാത്ത കുറ്റുണ്ടായില്ല. ഇത്രയ്ക്ക് ദുഷിച്ച മനസ്സുള്ള നിങ്ങളുടെ മകനൊക്കെ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ആവാതിരിക്കുക? ഇനി ഈ വീട്ടിൽ ഹരി എന്നൊരു നാമം നിങ്ങൾ ആരെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഈ വീട്ടിലെ ബന്ധം ഞാൻ അവസാനിപ്പിച്ചിറങ്ങും. സന്തോഷമായില്ലേ? സ്വന്തം പെങ്ങളെപ്പോലും വെറുതെ വിടാത്തൊരുത്തൻ അവനെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അച്ഛനോടും കൂടിയാണ് ഞാൻ പറയുന്നത്. വക്കീലിനെ വിളിച്ചിട്ട് ഈ നിമിഷം തന്നെ പറഞ്ഞോളണം, അങ്ങനെ ഒരു മകൻ നിങ്ങൾക്കില്ലെന്നും ആ മകന് വേണ്ടി ഇനി ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ലെന്നും. അമ്മ കേട്ടല്ലോ SI പറഞ്ഞത്? ഒന്നുകൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ അമ്മയുടേതടക്കം കിട്ടുമെന്ന്. എന്നെക്കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളുടെ മകൻ്റെ പോലെ ഇതൊക്കെ ഇങ്ങനെ തുറന്ന് പറയാനും ചെയ്യാനും എനിക്ക് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും കഴിയാത്ത ഒരാളാണ് ഞാൻ. എന്നെക്കൊണ്ട് നിങ്ങളിത് പറയിപ്പിക്കരുത്. അവസാനമായി ഞാൻ പറയാണ്, ഇനി മേലാക്കം അങ്ങനെ ഒരു മകനെക്കുറിച്ച് ഇവിടെ ഒരു വാക്ക് ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ളണം. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ കമല നന്നായിട്ട് കരയുന്നുണ്ട്. നല്ല വിഷമമുണ്ട് കമലയ്ക്ക്. ശിവനും അതേപോലെ തന്നെ സോഫയിൽ തളർന്നൊടിഞ്ഞിരിക്കുകയാണ്. മനു കയറി വലിച്ചടയ്ക്കുകയാണ് മനു ആ ദേഷ്യത്തിൽ. കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലചന്ദ്രൻ ഇതെല്ലാം അറിയുന്നുണ്ട്. ബബിതയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ അവനെടുത്തതും മൊത്തത്തിൽ അതെല്ലാം ലീക്കായതും അവൻ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ബാലചന്ദ്രൻ അറിയുന്നുണ്ട്. ഇതിനെല്ലാം കൂട്ട് രോഹിത് ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.